തലേ ദിവസം തന്നെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ. പിറ്റേ ദിവസം എന്നാ ഉണ്ടാക്കേണ്ടതെന്ന് വലിയ പ്ലാനിങ് ഒന്നുമല്ല, ഉള്ളത് എന്താണോ ഉണ്ടാക്കുന്നത് അത് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലാനിങ്ങിൽ ഇന്ന് കൂണ് തോരനും വെച്ചിട്ട് മീൻ ഇരിപ്പുണ്ട്, അതും മുളക് കറി വെക്കാം എന്നായിരുന്നു ചോറിന്. അപ്പോൾ ഫ്രിഡ്ജ് വന്നപ്പോൾ അതേ ബ്രിഞ്ചാലിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നശിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അത് വറക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഞാനത് വറക്കാൻ പുരട്ടി വെക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പും പിന്നെ ഗരം മസാലയും എക്സ്ട്രാ ആയിട്ട് ഞാൻ ചേർക്കുന്നത് ഇച്ചിരി പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കും കേട്ടോ. അതൊന്ന് ചേർത്ത് നോക്കണേ. പിന്നെ നാരങ്ങാനീരും, ഈ പെരുംജീരകത്തിൻ്റെ നാരങ്ങാനീരും നിങ്ങൾ അത് മറക്കാണ്ട് അത് ചേർക്കണം കേട്ടോ. എക്സ്ട്രാ രുചിയാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു മുന്നേ, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതെ കൂണ് ഞാൻ ഉണ്ടാക്കാൻ പോകണം. കൂണും ഈ പറഞ്ഞ പോലെയാണ്. കൂണിനകത്തും എനിക്ക് വേറെ എക്സ്ട്രാ മസാലാസ് അതൊന്നും ആഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. തേങ്ങ വെറുതെ ചതച്ച് തേങ്ങയും മുളകും ഉള്ളിയും കൂടെ വെറുതെ ചതച്ചിട്ട് അതിനകത്ത് ഇടണം. അപ്പോൾ ആ കൂണിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. എനിക്കതാണ് ഇഷ്ടം. ചോറിനോടായിട്ട് നല്ല അധികം വേകാത്ത ചോറ്, എനിക്ക് അധികം വേകാത്ത ചോറും വേണം. പ്രത്യേകിച്ച് മീൻ കറിയോട് കൂടിയാണെങ്കിൽ അധികം ചോറ് എനിക്ക് വേഗം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ മീൻ ഇരിപ്പുണ്ട്, അപ്പോൾ മീനും മുളക് കറി വെക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഈ മീനും ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാവർക്കും തലേ ദിവസത്തെ മീൻ കറിയൊക്കെയല്ലേ ഇഷ്ടം. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കി ചൂടോടെ ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പുളിയൊക്കെ പിടിക്കുമല്ലോ, അന്നേരം ആ ചൂടോട് കൂടെ കഴിക്കണം കേട്ടോ എനിക്കിഷ്ടം. എനിക്ക് ഒത്തിരി മീൻ കറി പഴകണ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറി, കൂണും ബ്രിഞ്ചൽ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഫോളോ ചെയ്യാൻ മറക്കരുത്.